ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയല്ല. അല്ല, ഞാൻ 1 കണ്ടിട്ടില്ല, 2 കണ്ടിട്ടില്ല, 3 കണ്ടിട്ടില്ല, 4 കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ബിഗ് ബോസോട് വരാന്ന് വെച്ചാൽ ഞാൻ കുറെ സിനിമകൾ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒരു 1-2 പടം, പിന്നെ ഈ ടിവിയിൽ ഫ്ലവേഴ്സിലും വേറെ ഒരു 24 ന്യൂസിലൊക്കെ എപ്പോഴും എന്റെ പരസ്യം വരുമായിരുന്നു. ഞാനൊരു ഫേമസ് ആക്ട്രസിന്റെ കൂടെ ഒരു പരസ്യം വരുമായിരുന്നു. എന്നിട്ട് എന്നെ ആരും തിരിച്ചറിയുന്നില്ല. പക്ഷെ അതേ സമയത്ത് സീസൺ 4 കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള എല്ലാവരും അറിയാം. അപ്പൊ ഞാനിത് കാണാറില്ല, പക്ഷെ എല്ലായിടത്തും സംസാരം ഇതാണ്, അതിനകത്തുള്ളവരെല്ലാം മുടിഞ്ഞ ഫേമസ്. അപ്പൊ ഞാൻ എവിടെ പോയി പിന്നെ ഒരാളെ കണ്ടോ ഇത് സീസൺ 4 ഇവനൊക്കെ ഏതാ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, പക്ഷെ ഇത്ര ഫാൻ ബേസ് അവനൊക്കെ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ശരി, എനിക്കൊന്ന് ബിഗ് ബോസ് കയറി, അപ്പൊ ഫെയിം കിട്ടുമല്ലോ, അപ്പൊ ആൾക്കാർ അറിയില്ലോ, എന്നിട്ട് അത് സിനിമ ചെയ്യാം. അങ്ങനെ ഞാൻ സീസൺ 5 ഒന്ന് കണ്ടത്. അങ്ങനെ സീസൺ 5 കണ്ടപ്പോ ഞാൻ ആദ്യം ഞാൻ വിഷ്ണു ജോഷി, റിനോഷനൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഫുൾ അഖിൽമാരാറിന്റെ ഫാനായി. എന്നിട്ട് ഞാൻ അഖിലേട്ടനോട് പറഞ്ഞത് ഞാൻ ഫാൻ ബോയ് ആയിരുന്നു ഭയങ്കര. അഖിലേട്ടനാണ് ഫൈനൽ വരെ ഞാൻ വോട്ട് കൊടുത്തതൊക്കെ. അപ്പൊ ആ ഒരു രീതിയിലാണ് മൊത്തം പോയിട്ടില്ല. അപ്പൊ സീസൺ 5 മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരുടെ ഗെയിമൊക്കെ കണ്ട് അങ്ങനെയാണ് ഞാൻ സീസൺ 6 വരുന്നത്. സീസൺ 6 ഞാൻ ട്രൈ ചെയ്തു, ഞാൻ അങ്ങോട്ട് വിളിച്ചു. പിന്നെ അവർ ഓഡീഷനൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല കഴിവുണ്ടെന്നാണ് പിന്നെ കയറ്റി വിട്ടു. നമ്മളിവിടെ വരെ എത്തി. ഈ ഇറങ്ങിയ സമയത്ത് ഇപ്പൊ അമ്മമാര് ഗേൾസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഫാൻസ് ആയെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരാളെ ഇത്രയും ഒരുപാട് മെസ്സേജസും ഇവരെ പ്രപ്പോസലൊക്കെ വന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരാളെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടംപോലെ പേര് ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതിനകത്ത് ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവളെ കുറിച്ച് പറഞ്ഞു, ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞ് ചേട്ടാ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ IAS ഒക്കെ സിവിൽ സർവീസ് പഠിക്കാൻ പോവാ. സിവിൽ സർവീസ് പഠിച്ച് ഞാനൊരു IAS കാര്യമായിട്ട് വീട്ടിൽ നിന്ന് ചോദിക്കട്ടെ. ഞാൻ ആദ്യം നീ പഠിക്കും, നീ പഠിച്ച് IAS ആവും, എന്നിട്ട് അത് ബാക്കി ചിന്തിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് സംസാരിക്കട്ടെ, വീട്ടിൽ സംസാരിക്കാൻ റെഡി ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യും, നമുക്കത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയെങ്കിലും അവർക്ക് ഹോപ്പ് കൊടുക്കുമല്ല, ഞാൻ ഇങ്ങനെ ഇപ്പൊ ഞാൻ നോക്കുന്നില്ല ആരെയും എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ തള്ളി വിട്ടിട്ടുണ്ട്. ശരിക്കും ഈ കലിപ്പന്റെ കാന്താരി അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു കലിപ്പനാണെന്നാണ് നമ്മൾ ശരിക്കും വിചാരിച്ചത്. അല്ല, പക്ഷെ നമ്മളെല്ലാരും തെറ്റിദ്ധരിച്ചെന്ന് പറയാം. പക്ഷെ ഇത്രയും ഭാവം പിടിച്ചൊരു മനുഷ്യനാണെന്ന് നമുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ റീൽ ചെയ്താൽ അപ്പൊ നമ്മൾ പറയും അത് രസമാണ്. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം ന്യൂസ് ചാനലൊക്കെ വന്നിരിക്കുന്നത്, ഇവർക്കത് വേറെ പണിയില്ലെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതുപോലെ വരാറുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പം എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആക്ട്രസുകളായിരിക്കും. അവർ പറയും എന്തായാലും ചുമ്മാരിക്കെല്ലാം ഒരു റീൽ ചെയ്താലോ എന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് ഞാനങ്ങ് ചെയ്യും. പിന്നെ അല്ലാതെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ചോദിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറെ കോൺട്രവേഴ്സീസ് വരും. എല്ലാവരും ഇങ്ങനെ ഇവർ തമ്മിൽ ലൈനാ, ഞാൻ ലൈനൊന്നും അടിക്കാൻ ആരാധകരെ ശാന്തരോ ഒന്നുമില്ല, പേടിക്കേണ്ട അവസരമുണ്ട്. നമ്മള് സെലക്ട് ഒക്കെ ചെയ്തിട്ട് എന്തായാലും ഒരു പെൺകുട്ടി വരും. ലൈഫ് എനിക്ക് ഒരു ഫാമിലി ലൈഫ് എൻ്റെ ഡ്രീമാണ്. പക്ഷെ അത് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും. ഉടനെ ചിലൊരു 28 വയസ്സായിരിക്കും, 28 വയസ്സായി 28-30 എന്നൊക്കെ പറയാം. അതൊന്നുമില്ല. ഫാമിലി എപ്പോൾ നമ്മൾ റെഡിയാണോ, എപ്പോൾ നമ്മളെ പെർഫെക്റ്റ് പാർട്ട്ണറിനെ കിട്ടുന്നോ അപ്പം മതി. അതിപ്പോ 40 50 പിന്നെ കിട്ടിയിട്ട് കാര്യമില്ല, എന്തായാലും കിടക്കട്ടെ. പക്ഷെ ഞങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ഒരാൾ വരുന്ന സമയത്ത് കല്യാണം അല്ലേ, അത്രേ ഉള്ളൂ.